കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിനെ പരിശോധിക്കാനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇപ്പോൾ പാലാരിവട്ടം റെനെ മെഡിസിറ്റിയിൽ എത്തിയിരിക്കുന്നു. YS അഭിനന്ദ് നൽകും വിശദാംശങ്ങൾ. അഭിനന്ദ്, ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന ഡോക്ടേഴ്സിന്റെയും ആശുപത്രിയുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെ? ഗൂഗിൾ അല്പസമയം മുമ്പാണ് ഉമാ തോമസിന്റെ നിലവിലുള്ള ആരോഗ്യനില വ്യക്തമാക്കിക്കൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം ഇപ്പോൾ പരിശോധനകൾക്കായി ഇപ്പോൾ പാലാരിവട്ടം റെനെ മെഡിസിറ്റി സെന്ററിൽ മെഡിസിറ്റി എത്തിയിട്ടുള്ളത്. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമായി ഉണ്ട് എന്നതാണ് അല്പസമയം മുമ്പ് ഡോക്ടർമാർ മാധ്യമങ്ങളടക്കം പ്രതികരിച്ചത്. പിന്നീട് വാർത്താ മെഡിക്കൽ ബുള്ളറ്റിനടക്കം വ്യക്തമാക്കിയിരുന്നു. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു, ശ്വാസകോശത്തിനും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് തുടർന്നുള്ള വിദഗ്ധ സംഘം ഇനി കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ വരുത്തുമെന്നാണ്. ഇപ്പോൾ പാലാരിവട്ടത്തെ ഉമാ തോമസിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം പോയിട്ടുണ്ട്. ഇതിനുശേഷം കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടത്. പരിശോധനകൾക്ക് ശേഷമായിരിക്കും കൃത്യമായ ഒരു ഉത്തരം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 6:30 ഈ MLAക്ക് പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനടുത്ത് വെച്ച് 12,000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ആ ഒരു പരിപാടി, നൃത്ത പരിപാടിയിലാണ് ഇത്തരത്തിലേക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് കൊച്ചി പാലാരിവട്ടത്തെ ഈ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള വിദഗ്ധ സംഘം പരിശോധനകൾ തുടരുകയാണ്. അതിനുശേഷം എന്താണ് കൃത്യമായിട്ടുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗൂഗിൾ. ശരി, തൃക്കാക്കര MLA ഉമാ തോമസ് വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക ഡോക്ടേഴ്സിന്റെ സംഘം കൂടി റെനെ മെഡിസിറ്റിയിലേക്ക് എത്തുന്നു. അവരുടെ പരിശോധനകൾക്ക് ശേഷമുള്ള പ്രതികരണവും നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നു.